ഹായ് ഗൈസ്, നമ്മുടെ പ്രാക്ടിക്കൽ 7 ഏഴാമത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എഴുതുക കേട്ടോ. ഡിസൈൻ 3 വെബ് പേജസ്, 1 containing a heading displaying your school name named head.html, second web page containing the list of teachers named teacher.html, and the third web page about your school named school.html. Create a frame dividing the browser window into 2 sections horizontally in the ratio 15:85. The top frame could display the web page head.html. Bottom frame has to be divided into 2 frames vertically in the ratio 30:70, and in the left frame list of teachers should be displayed, and the right frame should display the web page school.html. അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് വെബ് പേജസ്, അതായത് ഹെഡ്, ടീച്ചറ്, സ്കൂള്, അങ്ങനെ 3 വെബ് പേജസ് നമുക്ക് ഇതിനകത്ത് ചെയ്യണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്രിയേറ്റ് head.html. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ബോഡി BG കളർ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ഈക്വൽ ടു ബ്ലൂ, ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, സ്കൂൾ നെയിം ഷുഡ് ഡിസ്പ്ലേ ദ സ്കൂൾ നെയിം. അപ്പോൾ ഹെഡിൽ സ്കൂൾ നെയിം മാത്രം കൊടുത്തിരിക്കുന്നു, ഹെഡിങ്ങിൽ അത്ര മാത്രമേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ഇനി ടീച്ചേഴ്സ് എന്നുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടീച്ചർ.html. ടീച്ചർ.html ഞാനൊരു ഓർഡേർഡ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഹെഡിങ് കൊടുത്തിരിക്കുന്നു ലിസ്റ്റ് ഓഫ് ടീച്ചേഴ്സ്. അത് കഴിഞ്ഞിട്ടൊരു ഓർഡേർഡ് ലിസ്റ്റിൽ ഒരു 4 ടീച്ചേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ബോഡി HTML. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയ ഒരു പ്രോഗ്രാമാണ്. ഒരു ഓർഡേർഡ് ലിസ്റ്റിൽ ടീച്ചേഴ്സിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം school.html എഴുതിയിട്ടുണ്ട്. അപ്പോൾ school.html നമ്മൾ ഒരു അഡ്രസ്സ് കൊടുത്തിരിക്കുന്നു, സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് മോഡൽ. അപ്പോൾ അഡ്രസ്സ് എന്നുള്ള ടാഗ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അഡ്രസ്സ് ടാഗ് ഉപയോഗിച്ചിട്ടാണ് സ്കൂളിൽ നിന്നുള്ള വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ കാര്യമായിട്ടുള്ള ടാഗ്സ് ഒന്നും അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇത് കോൾ ചെയ്യാനായിട്ട് ഒരു ഫ്രെയിം എങ്ങനെ ചെയ്യണു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതൊരു നെസ്റ്റഡ് ഫ്രെയിംസ് എന്നുള്ള കൺസെപ്റ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഹോറിസോണ്ടൽ ഫ്രെയിംസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു 15:85 റേഷ്യോയിൽ. അതിൽ ആദ്യത്തെ ഹോറിസോണ്ടൽ ഫ്രെയിമിൽ സോഴ്സ് ഈക്വൽ ടു head.html വരുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ഹോറിസോണ്ടൽ ഫ്രെയിമിനെ 2 വെർട്ടിക്കൽ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, കോളംസ് ഈക്വൽ ടു 30:70, അതായത് 30 പിക്സൽസ് 7. അപ്പോൾ 2 വെർട്ടിക്കൽ ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ആ 2 ഫ്രെയിമിനും സോഴ്സ്, ഒന്നിനെ teacher.html എന്നും ഒന്നിനെ സ്കൂളിൽ നിന്നും. അപ്പോൾ ലെഫ്റ്റിൽ ടീച്ചർ വരും, റൈറ്റിൽ സ്കൂൾ വരും. ഇനി നമ്മൾ റൺ ചെയ്യേണ്ടത് ഈ പ്രോഗ്രാമാണ്, main1 എന്നുള്ള പ്രോഗ്രാമാണ് നമ്മൾ റൺ ചെയ്യേണ്ടത്, main1.html. അപ്പോൾ ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് വരുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഡിസൈൻ 3 വെബ് പേജസ്, 1 containing a heading display your school name named head.html, second web page containing the list of teachers named teachers.html, and the third web page about your school named school.html.
Create a frame dividing the browser window into two sections horizontally in the ratio 15:85. The top frame should display the web page head.html. The bottom frame has to be divided into two frames vertically in the ratio 30:70. The left part should display the web page teacher.html and the right part should display the web page school.html. ഇതാണ് ഇവിടെ അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ. അപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് എഴുതുമ്പോൾ ഇത് മുകളിലെ ഗവൺമെൻറ് മോഡൽ ഒരു ബോക്സ് വരച്ചിട്ട് ആ ബ്രൗസർ വിൻഡോൻ്റെ ഫസ്റ്റ് ടോപ്പ് റോയിലെ ഇതും ബോട്ടമിലെ ലെഫ്റ്റിൽ ലിസ്റ്റേഴ്സ് ടീച്ചേഴ്സും ഇതും റൈറ്റിൽ അഡ്രസ്സും എഴുതാം. താങ്ക് യു.